ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പന്നി ഫ്രൈഡേതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 കിലോ പന്നി ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പന്നി ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പന്നിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, വേപ്പില, പച്ചമുളക്, അല്പം വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. പന്നി അടപ്പത്ത് വെച്ച് തിളച്ചൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പന്നിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പന്നി ഫ്രൈ ചെയ്യാനായിട്ട് 3 സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനിതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 2 പച്ചമുളകും 2-3 കതിർപ്പ് വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി, അത് ഞാനൊന്ന് ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില എന്നിവ ഇട്ട് ഇത് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സബോള ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ. അപ്പോൾ നേരത്തെ നമ്മൾ ഇറച്ചി വേവിച്ചപ്പോഴും കുരുമുളക് പൊടി ഇട്ടുണ്ടെങ്കിൽ കൂടുതലും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. സമയമെടുത്ത് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതുപോലെ ഇത് ഇളക്കി ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ 10 മിനിറ്റ് ഇടകൂട്ടി ഇളക്കി ഇട്ട് കൊടുത്ത് സമയമെടുത്ത് വരട്ടി എടുക്കണം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ സമയമെടുത്ത് വേണം വരട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാനിതിങ്ങനെ വരട്ടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ പന്നി ഫ്രൈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല പന്നി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.